രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ച് SNDP. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിലെ ഏറ്റവും യോഗ്യൻ ചെന്നിത്തലയാണെന്ന് വ്യക്തമാക്കിയ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ KC വേണുഗോപാലിനെയും VD സതീശനെയും വിമർശിച്ചു. KC വേണുഗോപാൽ അവസരം ലഭിച്ചിട്ടും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെന്നും എടാപ്പോടോ വിളിച്ച് വെറുപ്പ് സമ്പാദിക്കുന്ന നേതാവാണ് സതീശനെന്നുമായിരുന്നു വിമർശനം. അതേസമയം NSSുമായി സഹകരിച്ചിട്ട് ചെന്നിത്തലയ്ക്ക് പ്രത്യേകിച്ച് ഗുണമില്ലെന്നും കോൺഗ്രസിന്റെ ഭരണം കിട്ടിയിട്ട് വേണ്ടേയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രാഷ്ട്രീയമായി എന്തുകൊണ്ടുണ്ടാകും കോൺഗ്രസിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് രമേശിന് ഗുണമുണ്ടായി അടുത്ത താക്കോൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം കോൺഗ്രസ് ഭരണം കിട്ടിയിട്ട് വേണ്ടേ? കോൺഗ്രസിനൂടെ ഭരണം കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. പക്ഷേ സാധ്യതയില്ലാത്ത ഒന്നിനു വേണ്ടി ഇപ്പോൾ 4-5 പേര് മുഖ്യമന്ത്രിയാകാനായിട്ട് ഷർട്ടും തയ്ച്ച് നടക്കുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ സത്യമായിട്ട് തോന്നുമ്പോഴും യാഥാർത്ഥ്യമാകാത്ത ഒന്നിനെ പറ്റി നമ്മൾ വലിയ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ NSSുമായിട്ട് അടുത്തു എന്നുള്ളതൊരു കുറ്റകരമാണെന്ന് പറയാനാണ്. രമേശ് ഒരു മാന്യനാണ്, നല്ലവനാണ്, വിശാല മനസ്ഥിതിയുള്ളവരാണ്, മനുഷ്യരോട് കൂടെ എല്ലാം സൗഹൃദമായി പെരുമാറുന്ന ഒരാളാണ്. പ്രതിപക്ഷ നേതാവിനെ തൊട്ട് ഇടാപാടാ പറഞ്ഞ് ആളുകളെ വെറുപ്പ് വിലയ്ക്ക് മേടിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആളല്ല. തമ്മിൽ ഭേദം തൊമ്മനാണ്. ആ തൊമ്മനെന്ന നിലയിൽ രമേശ് ചെന്നിത്തല മിടുക്കനാണ്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, NSSന്റെ ക്ഷണത്തിന് തൊട്ടുപിറകെ SNDPയും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം എന്നുള്ളൊരു പരസ്യ പ്രതികരണവുമായി വെള്ളാപ്പള്ളി തന്നെ മുന്നോട്ട് വരുമ്പോൾ അത് VD സതീശനെതിരെയും KC വേണുഗോപാലിനെതിരെയും, അതായത് ഇപ്പോഴുള്ള അച്യുതണ്ടിനെതിരെയുള്ള വിമർശനം കൂടി ആ വാക്കുകളിൽ ഒളിപ്പിച്ചു വെക്കുന്നു. ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നു പുതിയതായിട്ടെന്നുള്ള സൂചന കൂടി വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ? തീർച്ചയായിട്ടും അപർണ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് സാമുദായിക നേതാക്കന്മാരുമായി കൂടുതലൊരു അടുപ്പത്തിലേക്കും ഒപ്പം തന്നെ പിണങ്ങി നിൽക്കുന്നവരെ കൂടുതൽ അടുപ്പിച്ചുമൊക്കെ മുന്നോട്ട് നീങ്ങുന്ന, കൂടുതൽ ശക്തനായി മുന്നോട്ട് നീങ്ങുന്ന രമേശ് ചെന്നിത്തലയുടെ നീക്കമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടക്കുന്ന വൈക്കത്ത് നിന്ന് ആരംഭിക്കുന്ന ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നതും വലിയ ചർച്ചയായി മാറിയിരുന്നു. പക്ഷേ അങ്ങനെ പങ്കെടുക്കുന്നത് സ്ഥിരമായി രമേശ് ചെന്നിത്തല പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുകയും ചെയ്യുമ്പോഴും അദ്ദേഹം പറയുന്നത് VD സതീശനെതിരെയും KC വേണുഗോപാലിനെതിരെയും ഉന്നയിക്കുന്ന വിമർശനങ്ങളും അവിടെ ഒരു തട്ട് മുകളിൽ രമേശ് ചെന്നിത്തലയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പൊതുവെ കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് SNDPയുമായി വലിയ അടുപ്പത്തിലല്ല മുന്നോട്ട് പോകുന്നത്. അത് പ്രതിപക്ഷ നേതാവാണെങ്കിലും ഒപ്പം തന്നെ KC വേണുഗോപാൽ, ജില്ലയിൽ നിന്നും KC വേണുഗോപാൽ ആണെങ്കിൽ പോലും അത്തരത്തിലൊരു അടുപ്പം സൂക്ഷിക്കാത്ത ഘട്ടത്തിലും ഇവരുമൊക്കെ എല്ലാവരുമായ ഒരു സമവായത്തിൽ പോകുന്ന ആളാണ് രമേശ് ചെന്നിത്തല. അത് കുറച്ചുകൂടി ബലപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പരസ്യമായി രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഒരു പ്രതികരണം നടത്താനായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല, നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലം കണക്കിലെടുക്കുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസ് പുനഃസംഘടന വരുന്നു, ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിൽ നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പറ്റിയ നേതാവ് രമേശ് ചെന്നിത്തലയാണ് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ VD സതീശനും K മുരളീധരനും KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കന്മാർ, K സുധാകരൻ അടക്കമുള്ള 5 പേർ പിടിവലി നടത്തുമ്പോൾ അവരിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും യോഗ്യനായ, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ആളാണ് ചെന്നിത്തല എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ VD സതീശനെതിരെ വിമർശനം ഉന്നയിക്കുന്നു. വാടാ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കുക മാത്രമാണ് VD സതീശൻ ചെയ്യുന്നത്. KC വേണുഗോപാൽ സംഘടനാ രംഗത്ത് ഏറെ കഴിവുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം അത്രയും അധികം ഉയർന്ന പദവിയിലേക്ക് എത്തി നിൽക്കുമ്പോഴും കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സാമുദായിക സംഘടനകളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തലും വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വൈക്കത്ത് നടക്കുന്ന SNDPയുടെ പദയാത്രയുമായി ബന്ധപ്പെട്ട മുഖ്യ അതിഥിയായി ആ ചടങ്ങിൽ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ SNDP യോഗത്തിന്റെ ഒരു പൂർണ്ണ പിന്തുണയോട് കൂടിയുള്ള വെള്ളാപ്പള്ളിയുടെ ഒരു രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയുള്ള വാക്കുകൾ എന്നതും നമ്മൾ കണക്കിലെടുക്കണം. ഒപ്പം തന്നെ അതേസമയം തന്നെ ഇതൊക്കെ പറയുമ്പോഴും SNDP യോഗം ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നത് ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരാൻ അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരാനുള്ള സാധ്യത ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒപ്പം താക്കോൽ സ്ഥാനത്തേക്ക് പോയാലും ആര് താക്കോൽ സ്ഥാനത്ത് എന്നുള്ള ചർച്ചകൾക്ക് പോലും പ്രസക്തിയില്ല. കാരണം ഇനിയും LDF-നാണ് അധികാരത്തിൽ വരാനുള്ള സാധ്യത എന്നും പറയുന്നു. വിവരങ്ങൾ നൽകിയത്.